എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്. അതായത് തരി ബിരിയാണി അല്ലെങ്കിൽ തരിച്ചോറ് എന്നൊക്കെ പറയപ്പെടുന്ന റവ കൊണ്ടുള്ള ഒരു ബിരിയാണി. ബിരിയാണി ആണെന്നും പറയാം, നമുക്ക് വേണമെങ്കിൽ ഉപ്മാവെന്നും വിളിക്കാം. പക്ഷെ നല്ല ഈസിയാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് കൂടെ ഒരു ചില ഭാഗത്ത് ഫോക്കസ് ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടില്ലായിരുന്നു. പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ചെറിയ സ്ഥലത്ത് മാത്രം ഒന്ന് ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ടെന്ന് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള പെരുന്നാൾ ആശംസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ തരിച്ചോറ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ തരി ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ചെറിയൊരു പോർഷനാണ് കാണിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ 250 ഗ്രാം ചിക്കനിലോട്ട് ഉപ്പും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആണ് ഇത് മിനിമം 20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇത് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് മാറ്റണം. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നേരെ തന്നെ മസാല ഉണ്ടാക്കിയതിന് ശേഷം ചിക്കൻ്റെ പീസസ് അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് അങ്ങ് ചെയ്താലും മതിയാകും. അപ്പം ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ ജാൻചേട്ടൻ പറഞ്ഞത് എന്നോട് ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ വീഡിയോയ്ക്കും ഫ്രൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നിങ്ങൾക്കിപ്പോൾ സെയിം റെസിപ്പി വെച്ചിട്ട് ചിക്കന് പകരമായിട്ട് ബീഫ് വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രോൺസ് വെച്ചിട്ടോ ചെയ്യാം. പ്രോൺസ് ആണ് ഏറ്റവും ടേസ്റ്റി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതിയാവും. ഇതൊന്ന് മീഡിയം ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഇങ്ങനത്തെ ഒരു റെസിപ്പിനെ കുറിച്ച് അറിയുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു ബിരിയാണി എൻ്റെ ചേച്ചി ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. അതിന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ബിരിയാണിന്ന് എന്തുകൊണ്ട് വിളിക്കുന്നത് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഉപ്പുമാവെന്ന് വിളിച്ചാലും മതിയാവും നമുക്ക്. പക്ഷെ എന്തായാലും ആ തലശ്ശേരിക്കാർ പറയുന്ന പോലെ തന്നെ നമുക്ക് തരി ബിരിയാണി തന്നെ വിളിക്കാം. അപ്പം എണ്ണ മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിക്കും കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ ചെറിയ പോർഷൻ ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഹാർഡാക്കാൻ നിൽക്കരുത്. സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങ് കോരി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് ഒരു 1/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പലോട്ടോ കോരി മാറ്റിയിടാം. നമ്മൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ്റെ പീസസ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. നീളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയിൽ കഴിക്കുമ്പോൾ ഒരു ഇങ്ങനെ കല്ലച്ച് കിടക്കണ പോലെ തോന്നും. അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് കോരി മാറ്റി വെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് ഒക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങുക. അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാത്ത ഓയിലോ നെയ്യോ ഉപയോഗിക്കാം. ഒരുപാടൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മീഡിയം സവാള വളരെ നൈസാക്കി അരിഞ്ഞതാണ്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ സവാള നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം. ഞാൻ ആ സമയം കൊണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അങ്ങ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കത്രി ഉപയോഗിച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഗോൾഡ് കളർ ആയിട്ടുണ്ട്, അതായത് നന്നായിട്ട് വാടിയിട്ടുണ്ടെന്ന് ചുരുക്കം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാനൊരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ കുറയ്ക്കണേ. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഗരം മസാലയും കൂടെ വേണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരത്തോളം ചെറിയ തീയിലങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയുടെ കൂട്ടത്തിൽ കൂടെ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി കുക്കാവട്ടെ. അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ തക്കാളി നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആണ്. അപ്പോൾ പ്രോൺസ് ആണെങ്കിലും സെയിം പോലെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഫ്രൈ ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത ഉള്ളിയൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, 3/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ മസാലയിൽ ചിക്കൻ്റെ പീസസ് ഇട്ടതിന് ശേഷവും കുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ. 2-3 മിനിറ്റ് കുക്കായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. പുതിനയുടെ ഇല ഇഷ്ടമുണ്ടെങ്കിൽ പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് ഇതിലും പുതിനയുടെ ഇല ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. മിക്സ് ചെയ്യാം. ആദ്യം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം തുറന്നു വെച്ചിട്ട് ഈ വെള്ളം മുഴുവൻ അങ്ങ് വറ്റിച്ചെടുക്കണേ. ഉപ്പ് നോക്കാൻ മറക്കരുത്. അല്പം കൂടി ഉപ്പാവാം. പിന്നെ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ളു പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴുമേ പറയുന്ന പോലെ അത് ഓപ്ഷനിലാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് അടച്ചു വെക്കാം. നമ്മളിതൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് തുറന്നു വെച്ചതിന് ശേഷം ഈ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മസാല ഇങ്ങനെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. രുചി നോക്കാൻ മറക്കരുത്. ഇതിൽ പെർഫെക്റ്റ് ആക്കണം നമ്മുടെ ടേസ്റ്റ്. ഇതിലോട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കി ഇടാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നന്നായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബിരിയാണി ശരിയാവുള്ളൂ. അപ്പൊ അത് മറക്കരുത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അതിലും നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇതിൽ ഉപ്പ് കൂടാൻ പാടില്ല. അഥവാ ഇതിൽ ഉപ്പ് കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടണ്ട കേട്ടോ. അത് ബാലൻസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാനാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഇതിലും നല്ലോണം ഉപ്പിടും, ഉപ്മാവിലും നന്നായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലായി പോകും. അപ്പൊ നമ്മുടെ മസാല വറ്റിയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു വേറെ കടായി അടുപ്പത്ത് വെക്കാം. അപ്പൊ നമ്മുടെ കടായിലോട്ട് ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായ നെയ്യിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാളയുടെ 1/4 ഭാഗം ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് പകുതി വട്ടത്തിലരിഞ്ഞത്. അതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടി. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് റവ, ഇത് റോസ്റ്റഡ് റവ തന്നെയാണ്, എന്നാൽ പോലും വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്യണം. 1 കപ്പ് റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നെയ്യിൽ നമുക്ക് 5 മിനിറ്റോളം ചെറിയ തീയിലങ്ങ് വറുത്തെടുക്കണേ. അപ്പോഴാണ് റവയുടെ നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. അത് മറക്കരുത് ആ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച റവ റോസ്റ്റഡ് ആണെങ്കിൽ പോലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നോക്കാം നമുക്ക്. ഞാനൊരു 3/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ വെള്ളം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, മറക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കരുത്, കരിഞ്ഞു പോകും. ഇച്ചിരി നേരം മാറ്റി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങ് ഫോർക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടങ്ങ് ഉലർത്തിയെടുക്കണേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം കേട്ടോ. നല്ല ഉലർന്നിരിക്കുന്ന ബിരിയാണിയാണിത്. അല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് ആ വെള്ളത്തിന്റെ അളവ് സൂക്ഷിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ചിക്കനിൽ ഇച്ചിരി ഗ്രേവി ഉണ്ടായിരുന്നല്ലോ. എത്ര നമ്മൾ ഡ്രൈ ആക്കിയാലും ചിക്കനിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് റവയ്ക്ക് 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ ആ വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ മിക്സ് ചെയ്യാൻ മറക്കരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിനി ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാം. ആ പുളി ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നന്നായി കഴിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഞാനൊരു 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് പുളിയായാലും കൊള്ളില്ല. അത് നിങ്ങൾ നോക്കി ചെയ്തോളൂ. ഇപ്പൊ ഇത്ര ഉള്ളു പരിപാടി. ഇനി ഫൈനലായിട്ട് കുറച്ചും കൂടെ നമുക്ക് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. നമ്മുടെ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വേറൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ചും കൂടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓണിയൻസ് ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് രുചിച്ച് നോക്കണ്ടേ? അടിപൊളി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള പെരുന്നാൾ ആശംസിക്കുന്നു. ലവ് ഡിയേഴ്സ്. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.